ഇത് എഴുതി വെക്കാം. ഈ പലരും എന്നോട് ചോദിക്കാറുണ്ട്, നിങ്ങൾക്കുള്ളതാണ്, എഴുതി വെച്ചോ. എങ്ങനെയാണ് ഇതിന്റെ അല്ലെ? എഴുതി വെച്ചു അല്ലെ? ഓക്കെ. ഇനി രണ്ടാമത്തെ റാങ്കാണ് മാനേജേഴ്സ് റാങ്ക്. അതിൽ 1 ജസ്പീഡ് മാനേജർ, 2 ABDM, 3 BDM, 4 SBDM. ഓക്കെ. ഇത് രണ്ടാമത്തെ മാനേജേഴ്സ്. അടുത്തത് ട്രെയിനി. ശ്രീനിജ ഒരു ട്രെയിനി ആയിരുന്നു. പക്ഷെ എന്താ, ഒറ്റ സെയിൽ കൊണ്ട് ശ്രീനിജ എത്തി. ഒറ്റ സെയിൽ കൊണ്ട് ശ്രീനിജ ABDM എന്ന പോസ്റ്റിലേക്ക് എത്തി. ക്ലിയർ ആയോ? ഒറ്റ സെയിൽ കൊണ്ട് ഇവിടെ തന്നെ. ഓക്കെ. ഇനി മൂന്നാമതാണ് സീനിയർ മാനേജേഴ്സ്. അവിടെ വരുന്നത് റീജിയണൽ മാനേജർ, ഡെപ്യൂട്ടി മാനേജർ, സോണൽ മാനേജർ, AGM, GM. എവിടെയാ? ഡെപ്യൂട്ടി മാനേജർ ആയിട്ടില്ല. അടുത്ത നാളെ മറ്റന്നാളായിട്ട് അവരും സോണൽ മാനേജറാണ്. ജോഷി ദേവിച്ച AGM അല്ലെ? കുറച്ച് ഓരോടും കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത പോസ്റ്റിലേക്ക് മാറും. റാഫി മതിലകം AGM. ഓക്കെ. അനീഷ് പറവൂർ സോണൽ മാനേജറാ. അടുത്ത ദിവസം അവരും അല്ലെ? അപ്പൊ ഇതെങ്ങനെ കയറുന്നത്? താഴേന്ന് തീറ്റ മതി. എന്ത് കിട്ടും? ഇത് കത്തി മുകളിൽ പോയിട്ട് അല്ലെ ഒരു സെയിൽ നടത്തിയപ്പോൾ ഇതെല്ലാം മുകളിലേക്ക് എഫക്ട് ചെയ്യും. ഒരു സെയിൽ നടന്ന ആ ബോഡി എവിടെ കയറും? മുകളിലേക്ക് കയറും. ഇങ്ങനെ പോണത് എന്തിനാണെന്നറിയോ? ടോപ്പ് ലെവൽ, അതായത് SGM, സീനിയർ ജനറൽ മാനേജർ. നമ്മൾ നാലാമത്തെ റാങ്കാണ്. എത്രത്? 1 ട്രെയിനി, 2 മാനേജർ, 3 സീനിയർ മാനേജേഴ്സ്, 4 ടോപ്പ് ലെവൽ. അപ്പൊ ഇതിന്റെ നാലാമത്തെ റാങ്കില് രണ്ടാമത്തെ CEO, then ultimate ഡയറക്ടർ. എന്താ ഗുണം? കമ്പനിയുടെ ലാഭവിഹിതം കിട്ടാൻ പോകുന്ന ആ ഒരു ഞങ്ങളൊപ്പം എന്തൊക്കെ പ്രൊജക്ടുകളുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് അതിന്റെ പെർസെന്റേജ് കിട്ടാൻ പോകുന്ന ഡയറക്ടറാണ്. ഓക്കെ. അപ്പൊ ഇവിടെ കുറെ പേര് ഇവിടെ എത്തി അല്ലെ? ഇവർക്ക് വളരെ പെട്ടെന്ന് ഇവിടെ എത്താം. ഡയറക്ടർ. ഈ ഡയറക്ടർ ആകുന്ന ആദ്യത്തെ 100 പേർക്ക് എന്തുണ്ട്? കമ്പനിയുടെ ഏറ്റവും വലിയ അഭിമാനമായിട്ട് മാറാൻ പോകുന്ന ഫ്രാങ്കിന്റെ വില്ല, 2 കോടിയുടെ വില്ല സ്വന്തം പേരില് രജിസ്റ്റർ ചെയ്ത് എന്താവണം? ആദ്യത്തെ 100 പേർക്കുള്ളതാണ് ഇത്. പക്ഷേ ഇത് ഇന്ന് വന്ന ആർക്ക് വേണമെങ്കിലും സ്വന്തമാക്കാം. ഇതിനെ